പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധ അമ്മയുടെ ഈ പ്രത്യക്ഷയുടെ അൾത്താരയിൽ നിന്നുകൊണ്ട് ഈശോയുടെ ഉന്നതമായ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവപിതാവ് അമ്മയിലൂടെ എനിക്ക് ചെയ്തു തന്ന ഒരു വൻ കാര്യങ്ങളുടെ സാക്ഷ്യമായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. 15/7/23 ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി ചെയ്യുന്നത്. എൻ്റെ പേര് സണ്ണി. ഞാൻ വരുന്നത് വയനാട്ടിൽ നിന്നാണ്, മാനന്തവാടിയിൽ നിന്ന്. ഏതാണ്ടൊരു 22 വർഷമായി തുടർന്നുകൊണ്ടിരുന്ന എൻ്റെ കഠിനമായ നടുവേദന മൂലം ഈ അടുത്ത കാലത്ത് സ്പൈനൽ കോഡ് സർജറി ചെയ്യേണ്ടതായിട്ട് വന്നു. ബെഡ് റിഡനായി കഴിഞ്ഞിട്ട് വേറെ മാർഗ്ഗമൊന്നും ഇല്ലാണ്ട് വന്നു. ഇപ്പോൾ പിന്നെ ഞാൻ ഡോക്ടറെ അടുത്തുകൊണ്ട് എൻ്റെ ശരീരം ഏൽപ്പിച്ച് കൊടുത്തിട്ട് പറഞ്ഞു, ഡോക്ടർ എന്ത് വേണം ചെയ്തോ, എനിക്ക് എഴുന്നേറ്റ് നടക്കണം, അത് മാത്രമേ വേണ്ടൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ സ്പൈനൽ കോഡ് സർജറി കഴിഞ്ഞ്, അപ്പോൾ ഞാൻ വിചാരിച്ചു സർജറി കഴിഞ്ഞില്ലേ ഇനി ഓട്ടോമാറ്റിക് സുഖപ്പെടുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ സർജറി കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞ് 3 മാസം റെസ്റ്റ് കഴിഞ്ഞ് നിങ്ങൾക്ക് ജോലി ചെയ്യാം എന്ന് പറഞ്ഞുവെങ്കിലും ഞാൻ 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ജോലിയിൽ കയറി. പക്ഷേ 3 മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് പതിയെ നടുവിനൊരു ഇഷ്യൂസും ഇല്ല. എൻ്റെ നടുവിൻ്റെ വേദന ഈ 2 തുടകളിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഫോളോ അപ്പിന് ഡോക്ടറെ അടുത്ത് ചെന്നു. ചിലപ്പോൾ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ ഇങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ട്. ഇല്ല, നിങ്ങൾക്കിപ്പം നിങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം നിങ്ങൾക്ക് യാതൊരു കംപ്ലയിൻറ്റും ഇല്ല, അതൊക്കെ മസിൽസിൻ്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് ഡോക്ടർ കുറച്ച് പെയിനുള്ള ഗുളിക തന്നു. 1 മാസം കഴിഞ്ഞിട്ട് വീണ്ടും വരാൻ പറഞ്ഞു. 1 മാസം കഴിഞ്ഞ് വീണ്ടും ചെന്നു. അന്നേരം എനിക്ക് മാറ്റമൊന്നുമില്ല. അങ്ങനെ 3 ഫോളോ അപ്പ് ഞാൻ അതേ ഡോക്ടറെ തന്നെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് തോന്നി ഇവരുടെ സർജറിയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, ഇവർ സത്യം നമ്മളോട് തുറന്നു പറയാത്താണെന്ന് പേടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മൈസൂരാണ് ജോലി ചെയ്യുന്നത്. മൈസൂർ അപ്പോളോയിൽ ന്യൂറോ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അവിടുത്തെ ഏറ്റവും മേജറായിട്ട് ഡോക്ടറെ കൊണ്ട് കാണിച്ചു. അപ്പോൾ അവിടുന്ന് വീണ്ടും MRI സ്കാനിങ്ങും ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞു, ഇല്ല നിങ്ങൾക്ക് ഇഷ്യൂസൊന്നുമില്ല, അവർ തന്ന മരുന്നല്ലാണ്ട് ഞങ്ങൾക്ക് വേറെ മരുന്ന് മാറ്റിത്തരാനും ഇല്ല. ഒരു കാര്യം ചെയ്യുക, അവർ തന്ന മരുന്നിൻ്റെ ഒരു കോമ്പിനേഷനായിട്ട് നിങ്ങൾക്ക് വേറെ മരുന്ന് തരാൻ പറഞ്ഞുകൊണ്ട് അവിടുന്ന് മരുന്ന് തന്നു. പക്ഷേ അതുകൊണ്ടൊന്നും എൻ്റെ വേദന പോകുന്നില്ല. അനുദിനം വേദന വർദ്ധിച്ചുകൊണ്ട് വരുന്നതല്ലാതെ അതിനൊരു മാറ്റം വരുന്നില്ല. അങ്ങനെ ഞാൻ വളരെ അസ്വസ്ഥനായി അങ്ങനെ ജീവിതം മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞാൽ 5:30 ഞാൻ റൂമിൽ വന്നു കഴിഞ്ഞാൽ അപ്പോഴേ കയറി കട്ടിലേക്ക് കയറി കിടക്കും. അടിയിൽ നല്ല ചൂട് വെക്കും, ഹോട്ട് വാട്ടർ ബോട്ടിലിട്ടിട്ട് നല്ല ചൂട് വെച്ച് അങ്ങനെ കിടക്കും. അങ്ങനെ കടന്നുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം ഞാനിങ്ങനെ യൂട്യൂബിൽ അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ ഇവിടുത്തെ കൃപാസന മാതാവിൻ്റെ ടോക്ക് കേട്ടു. ഒരു ദിവസം കേട്ട് കഴിഞ്ഞപ്പം എന്നും വന്നിട്ട് കിടക്കണമല്ലോ. ഈ 5:30 ഡ്യൂട്ടി കഴിഞ്ഞാൽ അവിടുന്ന് ഓടി വരുന്നത് കിടക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അങ്ങനെ വന്ന് കിടക്കാൻ ഒരു സമയം പോക്ക് വേണ്ടേ, അതിന് വേണ്ടിയിട്ട് മൊബൈൽ ഓണാക്കും ന്യൂസ് കാണാനായിട്ട്. അപ്പോൾ വീണ്ടും കടന്നു വരുന്നത് ഈ കൃപാസനത്തെ ടോക്ക് തന്നെ വീണ്ടും കടന്നു വരുന്നത്. അങ്ങനെ ഒരു 3 ദിവസം ഞാൻ ഈ ടോക്ക് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എന്തെന്നില്ലാത്തൊരു ആകർഷണം പിന്നെ ഇതിനോടൊക്കെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മേനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വെച്ചാൽ ഞാൻ ആവശ്യപ്പെട്ടതിനേക്കാൾ ഉപരിയായിട്ട് അമ്മേനെ ക്ഷണിച്ചു വരുത്തിയതാണ് ഇങ്ങോട്ട്. എനിക്ക് അത്രമാത്രം ഒരു ആകർഷണം ഇവിടുത്തെ ഈ ടോക്കിങ്സിനോട് എനിക്ക് വന്നു. അപ്പോൾ പിന്നെ ഒരാഴ്ചയായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ ഇതിനകത്ത് അങ്ങോട്ട് മുങ്ങി ശരിക്കും ഇത് കേൾക്കാൻ തുടങ്ങി. ഇത് കേൾക്കുന്നതിനനുസരിച്ച് എന്നിൽ എന്തൊക്കെയോ ചെറിയ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. അപ്പോൾ തന്നെ ഞാനൊരു തീരുമാനം എടുത്തു, ഈ അനുഭവസാക്ഷ്യങ്ങൾ ഇങ്ങനെ കേൾക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എനിക്കായിക്കൂടാ, അങ്ങനെ ഒരു ചിന്ത എനിക്ക് കടന്നു വന്നു. ഞാൻ അങ്ങനെ അപ്പോൾ തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു, എനിക്ക് എത്രയും പെട്ടെന്ന് അമ്മയുടെ സന്നിധിയിൽ വരണം, എനിക്കൊരു ഉടമ്പടി എടുക്കണമെന്ന്. ഞാൻ വീട്ടിൽ ആരോടും പറഞ്ഞില്ല. വീട്ടിലാരുമില്ല. വൈഫ് കോവിഡ് കാലത്ത് മരണപ്പെട്ടു പോയി. അവളൊരു ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. എൻ്റെ മോൻ എൻ്റെ കൂടെ തന്നെ മൈസൂർ താമസിക്കുന്ന, അവൻ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പം മക്കളോട് പറഞ്ഞൊന്നുമില്ല ഇവരെ. പോകാൻ ഇറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ ബസ്സുകാരെ വിളിച്ച് ചോദിച്ചപ്പം അവർ പറഞ്ഞു, ഓക്കെ ചേട്ടാ പോരാൻ സീറ്റ് കാലിയുണ്ടെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് നടുവ് യാത്ര ചെയ്യത്തില്ല, 3 മണിക്കൂർ കൂടുതൽ എനിക്ക് യാത്ര ചെയ്യത്തില്ല, അപ്പം ബാക്ക് സപ്പോർട്ടറൊക്കെ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരണം, നടുഭാഗത്തോട്ടൊരു സീറ്റ് തരണം. അതൊന്നും കുഴപ്പമില്ല ചേട്ടാ, നിങ്ങൾ പോരെ, നിങ്ങൾക്ക് സീറ്റ് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ബാക്ക് സപ്പോർട്ടറും വെച്ച് ഞാൻ അവിടുന്ന് പോന്നു. സാധാരണ 3 മണിക്കൂർ പോലും എനിക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത ഞാൻ ഇവിടെ കടന്നു വന്ന് 36 മണിക്കൂർ ഞാൻ അപ്പ് ആൻഡ് ഡൗൺ മൈസൂരിൽ നിന്ന് ഇവിടെ വന്ന് പിന്നെ പകൽ മുഴുവനും ഈ നിന്ന് നടപ്പുമായിട്ട് തിരിച്ച് ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് തിരിച്ച് ഞാൻ അവിടെ ചെന്നിട്ടും എൻ്റെ നടുവിന് നീരോ കാലിന് നീരോ ഒന്നുമില്ലാതെ അമ്മ എന്നെ സംരക്ഷിച്ചുകൊണ്ട് എനിക്ക് ഈ ഉടമ്പടി പങ്കെടുക്കാൻ പറ്റി. അന്ന് അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എഴുതാനായിട്ട് അവിടെ പോയി ഇരിക്കുന്ന സമയത്ത് ഞാൻ കുറേ കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ചാൽ വരുന്നത്. ഒന്നാമത്തെ എൻ്റെ വരവിൻ്റെ ഉദ്ദേശം എൻ്റെ ശാരീരിക രോഗശാന്തി ആണെങ്കിൽ, പക്ഷേ ഞാൻ എഴുതിയത് വ്യർത്ഥമായിപ്പോയി. അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ പ്രാർത്ഥിക്കേണ്ടത് നിൻ്റെ ശാരീരിക സൗഖ്യത്തിനല്ല, നിൻ്റെ ആത്മീയ വിശുദ്ധീകരണത്തിനാണ് നീ പ്രാർത്ഥിക്കേണ്ടത്. ഞാൻ ഫസ്റ്റിലെ അപ്പോൾ തന്നെ 1ാമത്തെ പോയിൻ്റ് അവിടെ കുറിച്ചു. അമ്മേ, എൻ്റെ വിശുദ്ധീകരിക്കണം ആത്മീയമായിട്ട്, എന്നെ കുറവുകളെല്ലാം മാറ്റി എന്നൊരു പുതിയ സൃഷ്ടിയാക്കി തരണം. ആദ്യം നിങ്ങൾ ദൈവരാജ്യം അന്വേഷിപ്പിൻ,
അതിനോട് കൂടി നിങ്ങൾക്കെല്ലാം കൂട്ടിത്തരപ്പെടുന്നതാണല്ലോ വചനം പറയുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ എന്നെ പൂർണ്ണമായി ഞാൻ അമ്മയ്ക്ക് സറണ്ടർ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒന്നാമത്തെ നിയോഗം ഞാൻ അതെഴുതി. അതിൻ്റെ പിന്നാലെ പിന്നെ എൻ്റെ ഒരു കാര്യം കൂടി ഞാൻ എഴുതി. പിന്നെ ബാക്കിയെല്ലാം മറ്റുള്ളവരുടെ കാര്യങ്ങളാണ് അവിടെ എഴുതി വെച്ച് ഞാൻ ഇവിടുന്ന് വൈകുന്നേരത്തേക്കും ബസ് പോയി. ബസ്സിന് ഞാൻ അവിടെ ചെന്ന് പിറ്റത്തെ ദിവസം എനിക്ക് ആരംഭിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ കൊണ്ടുവന്ന പാർസൽ ബസ്സിനകത്ത് മിസ്സായിപ്പോയി. എന്നിട്ട് പിന്നെ തിരികെ പോയി എടുക്കേണ്ടി വന്നു. അങ്ങനെ അപ്പോൾ ആദ്യം ഞാൻ ചെയ്തതെന്നു വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കുമ്പസാരം നടത്താനായിട്ട് ആദ്യമേ തന്നെ ശ്രമിച്ചു. ഞാൻ നാമമാത്ര ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ഞാൻ ബേസിക്കലി മറ്റുള്ളവർ നോക്കുമ്പോൾ ഞാൻ ആൾ സൂപ്പർ ക്രിസ്ത്യാനിയാണ്. ഞാൻ ഏതാണ്ട് ഒരു 11 വയസ്സ് തൊട്ട് ഞാൻ ഓൾട്ടർ ബോയ് ആയിരുന്നു. അവിടുത്തെ കപ്പ്യാരായിട്ട് ജോലി ചെയ്തിട്ടുള്ള 10-15 വർഷം പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഞാൻ അതൊക്കെ ഉപേക്ഷിക്കുന്നത് തന്നെ. പക്ഷേ എങ്കിൽ പോലും പിന്നെ ശരിയായിട്ട് രീതിയിലുള്ള കുമ്പസാരമോ അങ്ങനെയൊന്നുമില്ല. പക്ഷേ എല്ലാ ഞായറാഴ്ചകളും കുർബാന കാണും, കൃത്യമായിട്ട് കണ്ടിരിക്കും. അതിന് യാതൊരു മാറ്റവുമില്ല. സന്ധ്യാപ്രാർത്ഥന എല്ലാം ഉള്ള കുടുംബം തന്നെയാണ്. പക്ഷേ ആത്മീയ വിശുദ്ധീകരണം അതിൽ ഞാൻ പിന്നിൽ തന്നെയായിരുന്നു. അപ്പം ഞാൻ അതിനുവേണ്ടി ശരിക്കും കുമ്പസാരിച്ച് ആദ്യത്തെ 90 ദിവസത്തിൽ എനിക്ക് തോന്നുന്നത് 83 ദിവസവും ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരിച്ചു. ബാക്കിയുള്ള ദിവസം ഞാൻ ജോലി ചെയ്യുന്ന മൈസൂരാണെങ്കിലും വീട് മാനന്തവാടിയിലാണ്. അപ്പോൾ ആ പോകുന്ന ദിവസം മാത്രം കുർബാനയ്ക്ക് പോകാൻ കഴിയില്ല. ബാക്കി എല്ലാ ദിവസങ്ങളിലും വിശുദ്ധ കുർബാന സംബന്ധിച്ച് കുർബാന സ്വീകരിച്ച് അതിനാണ് ശരിക്കും ഒരുങ്ങി. അതിനനുസരിച്ച് അമ്മേനെ നന്നായിട്ട് മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകുന്നു. കാരണം വെച്ചാൽ എനിക്ക് പിന്നെ അതിനോടൊരു ഭയങ്കര ഒരു പ്രതിപത്തിയാണ്. ദൈവവചനം വായിക്കാനാണേലും അച്ഛൻ്റെ ടോക്കിങ്സ് കേൾക്കാനാണേലും എന്തിനെക്കുറിച്ചും ഞാൻ ആകുലനാണോ അടുത്ത ടോക്ക് കൃത്യമായിട്ട് അച്ഛൻ്റെ ടോക്ക് അതായിരിക്കും. അങ്ങനെയായിരിക്കും അത് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കാര്യങ്ങൾ മുമ്പോട്ട് കടന്നു പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ആത്മീയ തലത്തിൽ എനിക്ക് അമ്മ മാതാവിൻ്റെ കൃപയിൽ എനിക്ക് വലിയ കാര്യം ദൈവം ചെയ്തു തന്നിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം ഈ നിയോഗത്തിൽ വെച്ചതിൽ ഞാൻ നിയോഗത്തിൽ വെച്ച 2 കാര്യങ്ങളാണ് എനിക്ക് നടന്നു കിട്ടിയത്. ഒന്ന് ഞാൻ ഈ പറഞ്ഞ കാര്യം. രണ്ടാമത്തെ കാര്യം വെച്ചാൽ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടൊരു വ്യക്തി ഏതാണ്ട് ഒരു 5 വർഷം മുമ്പ് അവൻ്റെ വിദ്യാഭ്യാസമൊക്കെ അവസാനിപ്പിച്ച് ഫെയിലിയർ ആയതിൻ്റെ പേരിൽ അത് ആ ഫീൽഡെ ഉപേക്ഷിച്ച് വിട്ടു. ഇനി പഠിക്കുന്നില്ല എന്ന് വെച്ച് ഉപേക്ഷിച്ച് വിട്ടതാണ്. ഞാൻ അവനെ വിളിച്ച് കാര്യം പറഞ്ഞു, ഇങ്ങനെ ഒരു അമ്മ മാതാവുണ്ടോ നമുക്ക്, ഞാൻ ഇപ്രാവശ്യം ഉടമ്പടി വെച്ച് നിന്നോട് ചോദിച്ചിട്ടില്ല എങ്കിൽ പോലും നിന്നോട് ചോദിക്കാണ്ട് ഞാൻ നിയോഗം വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നീയും കൂടി സഹകരിക്കുവാണെങ്കിൽ നിൻ്റെ ഭാഗത്തുനിന്ന് കൂടി സഹകരണം ഉണ്ടെങ്കിൽ തീർച്ചയായും നീ ജയിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ നിയോഗമായിട്ട് ശക്തമായിട്ട് മുമ്പോട്ട് പോയി. 1 മാസം കഴിഞ്ഞപ്പോൾ അവനെ വിളിച്ചിട്ട് പറഞ്ഞു ഞാനും കൂടി പോയിട്ട് ഉടമ്പടി എടുക്കാമെന്ന്. ഞാൻ പറഞ്ഞു അതാണ് എൻ്റെ ശരി. അങ്ങനെ അവനും കൂടി വന്ന് ഉടമ്പടി വെച്ചു. ആ ഉടമ്പടി പ്രകാരം നന്നായി പരീക്ഷ എഴുതി. ആ പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്ത് അവൻ കാശുരൂപവും ഉപ്പും എടുത്തുകൊണ്ടാണ് പോകുന്നത്. ആ കാശുരൂപം കൈപ്പിടിച്ചുകൊണ്ട് തന്നെ അവൻ പരീക്ഷ എഴുതി. അത്ഭുതം എന്ന് പറയട്ടെ, 6 വർഷത്തിന് സർവ്വ ടച്ചും വിട്ട എല്ലാ വിഷയങ്ങളും അവൻ എഴുതി പാസ്സായി എന്നുള്ളതാണ്. അതാണ് എൻ്റെ രണ്ടാമത്തെ നിയോഗം, ഈ ഉടമ്പടിയിൽ വെച്ച കാര്യങ്ങൾ. മൂന്നാമത്തെ കാര്യം ഞാൻ ഉടമ്പടിയിൽ വെച്ചതല്ല. ഡിസംബർ 1-ാം തീയതി മുതൽ ഡിസംബർ 25 വരെ കൃപാസനത്തിൽ നൊവേന കണ്ടിന്യൂസ് ആയി ചൊല്ലി 3 നിയോഗം ഞാൻ വെച്ച് പ്രാർത്ഥിച്ചു. 3ഉം മറ്റുള്ളവർക്കുള്ള നിയോഗമായിരുന്നു. ഒന്ന് എൻ്റെ ഒരു സഹോദരിയാണ്, ക്യാൻസർ പേഷ്യൻ്റാണ്, മിനിഞ്ഞാന്ന് മരിച്ചു. ശവസംസ്കാരം കഴിഞ്ഞാണ് ഞാൻ വരുന്നത്. അപ്പം സഹോദരി അവർ പാവപ്പെട്ട വീട്ടിലാണ്. അപ്പോൾ വർഷങ്ങളായിട്ടുള്ള അവരുടെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ഭവനം പണിയുക എന്നുള്ളത്. അവർ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ ഈ വാടകയ്ക്ക് താമസിക്കുന്ന ആ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ കാണാൻ പറ്റും. ആ അടുത്ത് കുന്നേൽ, അവർക്ക് സ്വന്തമായിട്ടുള്ള സ്ഥലം കുന്നേലാണുള്ളത്. അവിടെ ഒരു ധനസഹായത്തോടു കൂടി ഒരു വീട് പണിതു. വീട് പണിയെല്ലാം കഴിഞ്ഞ് ഏതാണ്ട് ഒരു 90% വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും കറണ്ട് എടുക്കണമെങ്കിൽ കൺസെൻറ്റിൽ ഒപ്പിട്ട് കിട്ടണം. അടുത്തുള്ള പറമ്പുകാരൻ എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ അനുജൻ്റെയാണ് പറമ്പ്. എന്ത് ചെയ്താലും ഇവർ കൺസെൻറ്റിൽ ഒപ്പിട്ട് കൊടുക്കില്ല. ആദ്യം നാട്ടുനടപ്പുള്ള മധ്യസ്ഥമൊക്കെ പറഞ്ഞു നോക്കി, ഇല്ല, അവർ എന്തെങ്കിലും അടുക്കുന്ന ലക്ഷണമില്ല. രാഷ്ട്രീയക്കാരുടെ ഇടപെട്ട് നോക്കി, പറ്റുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു, അതും പരാജയപ്പെട്ടു. അവസാന നിമിഷത്തിൽ ഞാൻ ചെയ്തു, സഹോദരി ക്യാൻസർ പേഷ്യൻ്റ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ കാര്യം ചെയ്ത് ഒരു കംപ്ലയിൻറ്റ് കൊണ്ട് കളക്ടറേറ്റ് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ കളക്ടറേറ്റ് കൊണ്ട് കംപ്ലയിൻറ്റ് കൊടുത്തു. അവിടുന്ന് ഒരു 15 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു അന്വേഷണത്തിന് ഒരു ടീം വന്നു. അവരെല്ലാം നോക്കിയും കണ്ടും പോയി. എന്നിട്ട് പറഞ്ഞു ഒക്കെ നിങ്ങളെ ഞങ്ങൾ വിവരം അറിയിക്കാമെന്ന് ഞാൻ അവരങ്ങ് പോയി. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം കളക്ടർ ഓഫീസിൽ നിന്ന് ആളുകൾ വന്നു, വില്ലേജ് ഓഫീസിൽ നിന്ന് വരെ ആളുകൾ വന്ന് എല്ലാം ഇവരെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. എന്ത് ചെയ്തിട്ട് ഇവർ അടുക്കുന്നില്ല. അപ്പോൾ ഈ ആദ്യത്തെ ആഴ്ച ഞാൻ ഈ വിവരം അറിഞ്ഞു വഴിയാണ് ഞാൻ പെങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്ത് ഞാൻ അടുത്ത ഞായറാഴ്ച ഞാൻ മൈസൂരിൽ അങ്ങോട്ട് വരുന്നുണ്ട്, നമുക്ക് അവിടെ വീട്ടിൽ വെച്ച് കാണാൻ കൊണ്ടെന്ന് പറഞ്ഞു. ഞാൻ റൂമിൽ നിന്ന് പോകുമ്പോൾ കൃപാസനത്തിൽ നിന്ന് ഉപ്പും എടുത്തുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ അവിടെ ചെന്ന് അപ്പോൾ ആ വീട് അവിടെ താമസമോ കാര്യങ്ങളൊന്നുമില്ല, ഇവർ വേറെ വാടകയ്ക്ക് താമസിക്കുന്നത്. ഞാൻ ഒറ്റയ്ക്ക് അവിടെ കയറി ചെന്നു, ആ കുന്നേ കയറി ചെന്നു. ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന ഉപ്പെടുത്തിട്ട് പെരത്തറയുടെ 4 മൂലയ്ക്ക് വിട്ട്
ഞാൻ പ്രാർത്ഥിച്ച് അമ്മയോട് ഈ കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ഞാൻ പോന്നു. എന്നിട്ട് തിരിച്ച് പെങ്ങളുടെ അടുത്ത് നിന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ നോക്കിയിരുന്നു 3 മാസത്തിനുള്ളിൽ കൃത്യമായിട്ടും ആര് നിങ്ങൾക്ക് കൺസെൻറ്റിൽ ഒപ്പിട്ട് തരുകയില്ല എന്ന് പറഞ്ഞോ, അവന് മാനസാന്തരം വന്നുകൊണ്ട് അവൻ്റെ കരങ്ങൾ കൊണ്ട് തന്നെ അവൻ ഒപ്പിട്ട് തരും. അതാണ് അമ്മയുടെ പ്രത്യേകത എന്ന് ഞാൻ പറഞ്ഞു. കാരണം തൊട്ടടുത്തുള്ള വേറെ ഒരു അതിരുകാരനുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ഞാൻ സ്വന്തം സഹോദരൻ തരാൻ കഴിയുമെങ്കിൽ പിന്നെ അവരെന്തിന് തരണം? അതാണ് അവരുടെ ചോദ്യം. അപ്പോൾ ഞാനിങ്ങനെ അമ്മയോട് പറഞ്ഞ് പ്രാർത്ഥിച്ച് അതിനു വേണ്ടി തന്നെ രാവിലെ 5:30 5:30 തന്നെ ഷാർപ്പായിട്ട് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഉള്ളതുകൊണ്ട് വീണ്ടും 1/2 മണിക്കൂർ മുമ്പേ എഴുന്നേറ്റിട്ട് ഈ നൊവേന ചൊല്ലി അതിനുവേണ്ടി 25 ദിവസം അതിനു വേണ്ടി ശരിക്കും തയ്യാറെടുത്തു. അങ്ങനെ തയ്യാറെടുത്ത് അത്ഭുതമെന്ന് പറയട്ടെ. അപ്പോൾ ഇതിനിടയ്ക്ക് ഞങ്ങൾക്ക് കലശലായി അസുഖം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓക്സിജൻ കൊടുക്കണം. ഓക്സിജൻ കൊടുക്കണമെങ്കിൽ കറണ്ട് വേണം. നമുക്ക് കിട്ടിയ മിഷൻ വർക്ക് ചെയ്യണമെങ്കിൽ കറണ്ട് വേണം. അപ്പോൾ അവർക്ക് അങ്ങോട്ട് മുകളിലോട്ട് താമസം പോകാനും പറ്റുകയില്ല. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ആൾ മരിക്കാനായി എന്നുള്ള ലക്ഷണം എനിക്ക് തോന്നിക്കുന്നത്. അമ്മ ഉപകാരം ഒരു ദൈവത്തെ ഓർത്ത് എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹം ചെയ്തു തരണം. ഇത്രയും കാലം അവർ ജീവിച്ച് 70 വർഷം ജീവിച്ചിട്ട് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു ഭവനത്തിൽ കിടന്നുറങ്ങുക എന്നുള്ളത്. അത് ഇന്ന് വരെ സാധിച്ചിട്ടില്ല. മോശ പാലും തേനും ഒഴുകുന്ന രാജ്യം ദൂരെ നിന്ന് കാണാൻ അവനെ അനുവദിച്ചു എന്ന് പറഞ്ഞ പോലെ ഇവർ ഇക്കരെ നിന്നുകൊണ്ട് അക്കരെ പണിത വീട് കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലാണ്ട് ഒരു ദിനം പോലും അതിനകത്ത് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ സുബോധത്തോടെ വന്ന് ഒരു ദിവസം അവിടെ ഉറങ്ങിയിട്ട് പിറ്റേ ദിവസം മരിച്ചോട്ടെ, അതിനമ്മ ഇടയാക്കി തരണമെന്ന്. എന്തെന്ന് അറിഞ്ഞുകൂടാ, പിറ്റത്തെ ആഴ്ച ഇവർക്ക് കറണ്ട് കിട്ടിയില്ലെങ്കിൽ പോലും അവരെങ്ങനെയോ ഒരു ഡിസിഷൻ എടുത്തു. കറണ്ട് ഇല്ലെങ്കിലും അവിടെ വന്ന് താമസിക്കുക എന്നുള്ള ഒരു ഡിസിഷൻ എടുത്തു. അത്ഭുതം. ഞാൻ മനസ്സിൽ എങ്ങനെ പ്രാർത്ഥിച്ചോ അങ്ങനെ തന്നെ അവരവിടെ വന്ന് താമസിച്ചു. 4-ാമത്തെ ദിവസം കളക്ടർ ഓഫീസിൽ നിന്ന് ഒരു ടീം, വില്ലേജ് ഓഫീസിൽ നിന്ന് ഒരു ടീം, 2 ടീമുകൾ വന്നു. അവർ വന്ന് കർശനമായിട്ട് ഇവരെ പിടിച്ചു. ഈ സഹോദരനെ പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഒപ്പിട്ട് കൊടുത്തേ പറ്റൂ, ഇല്ലെങ്കിൽ ഇനി മുതൽ നിങ്ങളുടെ വില്ലേജ് ഓഫീസിലെ കാര്യങ്ങൾ നിങ്ങൾ കരമടയ്ക്കാൻ വരികയോ എന്തെങ്കിലും ഞങ്ങളത് സ്വീകരിക്കുകയില്ല. കാരണം ഇത് കൊടുത്തേ പറ്റുള്ളൂ, ഇതിനിവർ അർഹരാണെന്ന്. അങ്ങനെ നിർബന്ധം പറഞ്ഞുകൊണ്ട് അവർക്ക് ആ കൺസെൻറ്റിൽ ഒപ്പ് വെക്കേണ്ടതായിട്ട് വന്നു. 4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അവർ വന്നു, ലൈൻ കൊടുത്തു. ലൈൻ കൊടുത്തതിന് ശേഷമാണ് പിന്നെ ഈ ഓക്സിജൻ്റെ മെഷീൻ അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയത്. എന്തായാലും 2 മാസം കൂടി പെങ്ങൾ ആ വീട്ടിൽ തന്നെ നല്ല സുബോധത്തോടെ ജീവിച്ചു. 20 ദിവസമായിട്ട് അല്പം അബ്നോർമലായിരുന്നു. പിന്നെ ഞാൻ മരിച്ചു. അങ്ങനെ വലിയൊരു അനുഗ്രഹം അതെനിക്ക് ചെയ്തു തന്നു. അമ്മയോട് പിന്നീട് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു, അമ്മേ ഞാൻ കഴിഞ്ഞ ആഴ്ച കാണാൻ ചെല്ലുമ്പോഴത്തേക്കും വളരെ അട്ടർ ഫെയിലറായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എന്തായാലും ആഗ്രഹങ്ങളെല്ലാം സാധിച്ചല്ലോ. അമ്മയുടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിനല്ലേ, പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രത്യേകിച്ച് ഞങ്ങളുടെ മരണസമയത്തും അങ്ങനെയാണെങ്കിൽ അമ്മ തിരുക്കുമാരോട് പറഞ്ഞ് എൻ്റെ ഈ സഹോദരിയെ സ്വീകരിക്കാൻ എത്രയും പെട്ടെന്ന് അമ്മ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വ്യാഴം എന്നൊരു ശ്രുതി കേട്ടു. വ്യാഴം ഞാൻ തിരിച്ചു പോവുകയും ചെയ്തു. തിരിച്ചു പോയി ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബുധനാഴ്ച ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം കോള് വരുന്നു, സഹോദരി മരിച്ചു എന്നും പറഞ്ഞുകൊണ്ട്. വ്യാഴം എന്നാണ് ഞാൻ കേട്ടത്. ബുധനാഴ്ച ആയപ്പോഴത്തേക്കും സഹോദരി മരിച്ചു. പിന്നെ അടുത്ത എൻ്റെ ഒരു നിയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ നേരെ മൂത്തൊരു സഹോദരൻ 8 വർഷമായിട്ട് ഈ മൂത്രാശയ സംബന്ധമായിട്ടുള്ള രോഗത്താൽ കഷ്ടപ്പെട്ട് കഴിയുമായിരുന്നു, പ്രോസ്റ്റേറ്റിന്. അങ്ങനെ അവസാനം സർജറി ചെയ്തു. സർജറിക്ക് വലിയ വിജയമായിരുന്നു. സർജറി കഴിഞ്ഞ് പിന്നെ യൂറിൻ പിന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. യൂറിൻ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അതിന് യാതൊരു നിവൃത്തിയും കാണുന്നില്ല. ഡോക്ടർ പറയും അത് കുറേ ഓരോരുത്തരുടെ ബോഡിയുടെ ലാംഗ്വേജ് അനുസരിച്ചിട്ടാണ് ഇത് നിലനിൽക്കുന്നതെന്നൊക്കെ ഡോക്ടർ പറഞ്ഞു. പക്ഷേ എന്ത് തന്നെ ചേട്ടൻ ആകെ അപ്സെറ്റായി തുടങ്ങി. സർജറി ഇതിനൊക്കെ നല്ല ചെയ്യാണ്ടിരിക്കുന്നതാണ് എന്നുള്ളൊരു അഭിപ്രായമായി സഹോദരനാണ്. അപ്പോൾ ഞാൻ ഇത് ഒരു നിയോഗം വെച്ചിട്ട് ഈ നിയോഗത്തിൻ്റെ കൂട്ടത്തിൽ ഈ 3 നിയോഗത്തിൽ ഒരു നിയോഗം ഇതായിരുന്നു. അങ്ങനെ ഈ നിയോഗം വെച്ച് പ്രാർത്ഥന ആരംഭിച്ചു. സഹോദരൻ ദിവസവും ഈ കൃപാസനത്തിൽ ഉപ്പും തൈലും അടിവയറ്റി തേക്കുകയും ഉപ്പ് ഭക്ഷണത്തിൽ കഴിക്കുകയും. ഇന്നലെ ഞാൻ സഹോദരൻ്റെ വീട്ടിൽ പോയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അവിടെ ചെന്നപ്പോൾ കണ്ടത് ഡൈനിങ് ടേബിളിലാണ് ഉപ്പ് ഇരിക്കുന്നത് കണ്ടത്. ഇത് ഞാൻ ചോദിച്ചു പറഞ്ഞത് ഭക്ഷണത്തിൽ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണെന്ന് പറഞ്ഞു. അപ്പം സഹോദരന് അതിനകത്ത് 100% കൺട്രോൾ. ഞാൻ ഇപ്രാവശ്യം ചെക്കപ്പിന് സഹോദരനോട് ഞാനാണ് പോയത് ഡോക്ടറെ കാണാനായിട്ട്. അപ്പം 100% കൺട്രോളായി. മൂത്രം ഇപ്പം നോർമൽ കണ്ടീഷൻ. സർജറി ചെയ്താൽ പോലും സംശയിക്കും. അത്ര 100%ലും സഹോദരന് അവിടെ ഓക്കെ ആയി. പിന്നെയുള്ള എൻ്റെ വേറൊരു സാക്ഷ്യം, എൻ്റെ മൂത്ത മകൾ UK ജോലി ചെയ്യുന്നത്. അപ്പോൾ അവളുടെ ഹസ്ബൻഡും അവിടെ തന്നെയുള്ള മക്കളും കൂടെ തന്നെയുള്ളത്. പക്ഷേ അവൻ അങ്ങനെ ആനുകൂല്യം കിട്ടുന്നതിലല്ല അവളെ. അവൻ പ്രൈവറ്റായിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓസ്കി എക്സാം അവിടെ തന്നെ അവൻ അവിടെ എഴുതി. അത് നിയോഗം വെച്ചാണ് എഴുതുന്നത്. ആ നിയോഗത്തിൽ അവൻ പാസ്സായി. പക്ഷേ പിൻ നമ്പർ എന്ത് ചെയ്തിട്ടും കിട്ടുന്നില്ല. 2 മാസമായിട്ട് ഇവർ ഡെയിലി ഇമെയിൽ അയക്കുകയും റിപ്ലൈ ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു റെസ്പോണ്ട് കാണുന്നില്ല. ശരിക്കും പോസിറ്റീവ് റെസ്പോണ്ട് കൊടുക്കുന്നേ ഇല്ല.
അവരങ്ങനെ ഇരുന്ന് അടുത്തപ്പോൾ ഞാൻ മോളോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്ത് ഓൺലൈനായിട്ട് ഒരു ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. മോളങ്ങനെ ഓൺലൈനായിട്ട് ഒരു ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് 16 ദിവസം കഴിഞ്ഞപ്പം മോക്കൊരു ഐഡിയ തോന്നി, അല്ല നമ്മൾ ഇത്രയും ദിവസം ഇങ്ങനെ ഇമെയിൽ അയച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടല്ലേ ഒരു കാര്യം ചെയ്ത് നോക്കിയാലോ, അവരുടെ ഓഫീസ് വരെ പോയിട്ടൊന്ന് വിസിറ്റ് ചെയ്താലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞു, ഹസ്ബൻഡോട് പറഞ്ഞു, നിങ്ങളൊന്ന് ഒരു കാര്യം ചെയ്ത് ഓഫീസിൽ പോയിട്ടൊന്ന് അവരെ നേരിൽ കണ്ടു നോക്കുക, ചിലപ്പോൾ സാധിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, നിങ്ങളൊന്ന് പോയി നോക്കാൻ പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന് അന്വേഷിച്ച് നോക്കുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന മാഡം 2 മാസത്തെ ലീവ് എടുത്ത് ആ മാഡം പോയി. 2 മാസത്തേക്ക് ലീവ്, പകരം വന്നിരിക്കുന്നത് വേറൊരു ജെൻസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അയാൾ കാര്യങ്ങൾ ചോദിച്ചു, എന്താ നിങ്ങളുടെ പ്രശ്നം? ഉടനെ അയാൾ എന്നു വെച്ചാൽ ഈ പോയ മാഡത്തിനെ ഫോണിൽ വിളിച്ച് ബന്ധപ്പെട്ടു. അവരോട് പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ടല്ലോ, നിങ്ങൾ അപ്പോൾ ഇതുവരെ എൻ്റെ റിപ്ലൈ കൊടുത്തിട്ടില്ല. ഇല്ല, ഞങ്ങൾ റിപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ല. അല്ല, നിങ്ങൾക്ക് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല, എനിക്കത് ഒബ്ജക്ഷനൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ എന്ത് ചെയ്തു, അയാൾ പെട്ടെന്ന് തന്നെ ഇയാളെ നമ്മുടെ അളിയനെ വിളിച്ച് അടുത്തിരുത്തി അതിൻ്റെ പ്രൊസീജിയറൊക്കെ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, നാളെ നിങ്ങൾ വരാൻ പറഞ്ഞു. പിറ്റത്തെ ദിവസം അളിയൻ ഒരുങ്ങി അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ അയാളൊന്ന് തിരക്കിലായിരുന്നു. അയാൾ ഒരു 10 മിനിറ്റ് അവിടെ ഇരിക്കും പറഞ്ഞു. 10 മിനിറ്റ് ഇരുന്നു. അത് കഴിഞ്ഞപ്പോൾ അയാളുടെ ക്യാബിനിൽ വിളിച്ചിരുത്തി അവിടെ ഇരുത്തിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇമെയിൽ അയച്ച് അരമണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് അതിനിടയിൽ അതിൻ്റെ റിപ്ലൈ എത്തിക്കഴിഞ്ഞു. ആ റിപ്ലൈയും കൂടി അളിയനെ കാണിച്ചു കൊടുത്തിട്ടാണ് പിടിച്ച് വീട്ടിലേക്ക് വിടുന്നത്. സംഗതി എല്ലാം ഓക്കെ ആയി. 3-ാമത്തെ ദിവസം പിൻ നമ്പറും കിട്ടി. അതാണ് എൻ്റെ അടുത്ത അനുഭവ സാക്ഷ്യം. ഇനി എന്നെ അടിമയിൽ മാറ്റിമറിച്ച ഒരു അത്ഭുതമാണ് ഇനി എനിക്ക് പറയാനുള്ളത്. ഇത് എൻ്റെ നിയോഗത്തിൽ വെച്ചതല്ല, ഇത് ഓൺലൈനാണ്. ഞാൻ ഇങ്ങനെ ഈ നടുവിൻ്റെ വേദന കൊണ്ട് ഇങ്ങനെ വളരെ കരച്ചിലായിട്ട് നടക്കുമ്പോൾ ഒരു 2 മാസം പുറകിൽ എനിക്ക് ഹെർപ്പസ് എന്ന് പറഞ്ഞൊരു അസുഖം വന്നു. ഈ രോഗം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നതും കാണുന്നതും. മറ്റുള്ളവരോട് പറയുമ്പോൾ ചിലർക്കൊക്കെ അറിയാമെന്നുള്ളതല്ലാണ്ട് എല്ലാവർക്കും ഒന്നും അറിഞ്ഞൂടെ ഹെർപ്പസ് എന്ന് ഞാനാണ്. അത് വന്നിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും അതിൻ്റെ പ്രതിസന്ധി എന്താണ്. അത്രമാത്രം വേദനയും അത്രമാത്രം ചൊറിച്ചിലുമാണ്. അല്ല, ഈ വരൾച്ച വന്നു കഴിഞ്ഞാൽ ഭൂമി വയലെങ്ങനെ കിടക്കും, വിണ്ടുകീറി കിടക്കും, അതുപോലെ വിണ്ടുകീറും ശരീരം. ഇതെനിക്ക് വന്നത് എൻ്റെ ഈ ഇടത്തെ എളിഭാഗത്തും പുക്കിളിൻ്റെ ഇടതുഭാഗത്തുമായിട്ടാണ് വന്നത്. പക്ഷേ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഇതൊരു അസുഖമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ ഞാൻ കഠിനമായിട്ട് ഇങ്ങനെ ഹോട്ട് വാട്ടർ ബോട്ടിൽ വെച്ച് ഇങ്ങനെ ചൂട് പിടിക്കുന്നുണ്ട്. ഞാൻ ഓർത്ത് അങ്ങനെ വല്ല സംഭവിച്ചാണെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ മനഃപൂർവ്വം ഇതെല്ലാം പൊട്ടിച്ച് അങ്ങ് കളഞ്ഞു. നല്ല രസമല്ലേ പൊട്ടിക്കായിട്ട് ഇങ്ങനെ കുമള കുത്തി ഇരിക്കുക മൊത്തം. ഞാനപ്പോൾ ഇങ്ങനെ പൊട്ടിച്ചങ്ങോട്ട് വിട്ടു. ഒരു 2-3 ദിവസത്തേക്ക് എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഒരു 4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര വേദന എനിക്ക് ആരംഭിച്ചു. വേദന എന്ന് പറഞ്ഞാൽ അസഹ്യമായ വേദന, നിലത്ത് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ തന്നെ എൻ്റെ പെങ്ങളുടെ മകൻ തന്നെ, വീട്ടിൽ വേറെ ആരുമില്ല, അപ്പോൾ പെങ്ങളുടെ മകൻ തന്നെ എന്നെ കൂട്ടിക്കൊണ്ട് കണ്ണൂർ മിംസിൽ കൊണ്ടുപോയി. കണ്ണൂർ മിംസിൽ കൊണ്ടുചെന്ന് ഡോക്ടറെ ഇങ്ങനെ ഷർട്ട് പൊന്തിച്ച് കാണിച്ചു കൊടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, ചേട്ടൻ പറയുന്നത് ചേട്ടന് സർജറി ചെയ്തുകൊണ്ടുള്ള വേദന എന്ന് പറഞ്ഞാൽ അതും നല്ല കാര്യം. ഇത് ഹെർപ്പസ്, നമ്മുടെ നാട്ടിൽ ഞരമ്പ് പൊട്ടി എന്ന് പറയും, അങ്ങനെ ഒരു രോഗമാണ് ഇത് പെട്ടെന്ന് നിങ്ങൾ സുഖപ്പെടുന്ന അസുഖമല്ല എന്ന് പറഞ്ഞു. നല്ല വേദന ഉണ്ടാവും, രാത്രികാലങ്ങളിലായിരിക്കും ഇതിന് ഏറ്റവും കൂടുതൽ പ്രശ്നം, ചൊറിച്ചിലും വേദനയും. എന്ന് പറഞ്ഞാൽ ഡോക്ടർ ഒരു 8 കൂട്ടം ടാബ്ലറ്റ് കുറിച്ച് തന്നു. ഓയിൻമെൻറ്റ് നിന്നില്ല, ടാബ്ലറ്റ് മാത്രം. അതൊരു 3 ദിവസം കഴിച്ചപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ നിലയാകെ മാറി. ഞാൻ ആകെ അബ്നോർമലായി, നാക്കു കുഴയുന്നു, സംസാരിക്കാൻ പറ്റുന്നില്ല, ആയിക പ്രശ്നം. ഉടനെ ഡോക്ടറെ ഫോണിൽ വിളിച്ച് ബന്ധപ്പെട്ടപ്പോൾ ഒരു കാര്യം ചെയ്തു, ബാക്കി ഗുളികളെല്ലാം സ്റ്റോപ്പ് ചെയ്തോ, ഈ ഒരു ടാബ്ലറ്റ് കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ വേറെ ഒരു ടാബ്ലറ്റ് മാത്രം കഴിച്ചുകൊണ്ടിരുന്നു. പക്ഷേ യാതൊരു വേദനയ്ക്ക് കുറവോ ചൊറിച്ചിലിന് കുറവോ ഇല്ല. ഉറങ്ങാൻ പറ്റുന്നത് ഞാൻ കണ്ണ് ഒരു സെക്കൻഡ് അടയ്ക്കാൻ കഴിയില്ല. എന്നാൽ രാത്രി ഉറങ്ങിയില്ല നമ്മൾ ഓർക്കുന്ന ക്ഷീണം കൊണ്ട് ഇങ്ങനെ പകൽ ഉറങ്ങുമല്ലോ, പകലോട്ട് ഉറങ്ങുകയില്ല. അങ്ങനെ 4 ദിവസം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ണടയ്ക്കാനായിരിക്കുമ്പോഴത്തേക്കും എനിക്ക് ആകെ ഒരു ഭയം ഉള്ളിൽ കയറി തുടങ്ങി. ഞാൻ ഓർത്ത് എനിക്ക് ഭ്രാന്ത് പിടിക്കുമോ ഇങ്ങനെ ഉറങ്ങാണ്ടിരുന്നു കഴിഞ്ഞാൽ. അസ്വസ്ഥത കയറിയിട്ട് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നൊരു പിടിപാട് കിട്ടുന്നില്ല. ഞാനങ്ങനെ ഒരു 9 മണി കഴിഞ്ഞു, ഭക്ഷിക്കാൻ തോന്നുന്നില്ല. കാരണം ഇത് ഇൻഫെക്ഷനായിട്ട് വയറിങ്ങനെ വീർത്തിരിക്കും. കണ്ടു കഴിഞ്ഞാൽ നമ്മളോർക്കും ഭക്ഷണം കഴിച്ചതാണ്. പിടിച്ചാൽ പാറ പോലെ ഇരിക്കും, ചൊറിഞ്ഞാൽ സെൻസേഷൻ ഇല്ല. അതാണ് ഇതിൻ്റെ അവസ്ഥ. നമുക്ക് ചൊറിഞ്ഞാൽ ഒരു സുഖം കിട്ടണ്ടേ, നമ്മൾ ചൊറിയുന്നുണ്ട് നമുക്ക് തോന്നുന്നില്ല. അതാണ് അവസ്ഥ. അങ്ങനെ അസ്വസ്ഥ ഇരിക്കുമ്പം ഭക്ഷണം കഴിക്കാനായിട്ട് എന്നെ വിളിച്ചു. ഭക്ഷണം കഴിക്കാൻ പറ്റും, എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. ഞാൻ എഴുന്നേറ്റ് വന്ന് കയ്യും കഴി അകത്ത് കയറി അങ്ങ് കരയാൻ തുടങ്ങി. കണ്ടമാനം. ഞാൻ താമസിക്കുന്നത് മകളെ കെട്ടിച്ച് വീട്ടില്ല. കാരണം വെച്ചാൽ എൻ്റെ വീട്ടിൽ മോന് ചിക്കൻ ബോക്സ് പിടിച്ച് കിടക്കുക. അപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല. നമ്മളെ കെട്ടിച്ചൊരു വീട്ടിലാണ് ഞാൻ ഉള്ളത്. അപ്പോൾ അവർ കേൾക്കൂല കരയുന്നേ. എന്നിട്ട് ഞാൻ കഥ അടച്ചിട്ടിട്ട് ഇങ്ങനെ കരഞ്ഞ് ഞാൻ നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ മൊബൈൽ ഓണാക്കിക്കൊണ്ടിരിക്കുമ്പം അച്ഛൻ്റെ ടോക്കിങ്ങാണ് കേൾക്കുന്നത്. ആ ടോക്ക് കേൾക്കുന്ന സമയത്ത് തന്നെ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രാർത്ഥിച്ച് അപ്പം തന്നെ ഞാൻ അവിടെ എഴുന്നേറ്റിരുന്ന്, അപ്പം അതിന് മുമ്പ് 4 ദിവസമായിട്ട് ഉറങ്ങിയില്ലെന്ന് പറഞ്ഞല്ലോ, കണ്ണടച്ചിട്ടില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ വേദന എത്ര വെള്ളം എനിക്ക് തന്നു, പക്ഷേ 1 മണിക്കൂറിൽ 2 മണിക്കൂർ എനിക്ക് ഉറങ്ങാൻ തന്നാൽ മതി, അതിനുശേഷം വേദന എത്ര വെള്ളം തന്നു ഞാൻ സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞു. എന്നും പറഞ്ഞിട്ട് ഞാൻ അപ്പോൾ ഈ ടോക്കിങ് കേട്ടോണ്ടിരിക്കുമ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഈ തൈലം എടുത്തിട്ട്
വലത്തെ കയ്യിലെടുത്തിട്ട് ഞാൻ മൊത്തം വാരി അങ്ങ് തേച്ചു. വാരി തേച്ചിട്ട് ഞാൻ ആ കൈ അവിടെ തന്നെ വെച്ചുകൊണ്ട് തന്നെ അങ്ങനെ അവിടെ കടന്നു. എപ്പോഴോ ഞാൻ മയങ്ങിയത് എപ്പോഴാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. മയങ്ങുന്ന സമയത്ത് ദിവ്യകാരുണ്യത്തിൻ്റെ സമാപന ആശീർവാദമാണ്. ആ ആശീർവാദ സമയത്ത് ഞാൻ സമയകാല ദൂരങ്ങളുടെ മേൽ അധികാരമുള്ള കർത്താവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കൈ അങ്ങനെ വെച്ച് കിടന്നു. അങ്ങനെ കൈ വെച്ച് കിടന്ന് എപ്പോഴോ ഞാൻ മയങ്ങി. പക്ഷേ 12:53 സമയം ഞാൻ എഴുന്നേറ്റ് പെട്ടെന്ന് സമയം നോക്കുമ്പോൾ 12:53 സമയമാണ്. ആ സമയത്ത് ഞാൻ എന്തോ ഒരു സ്വപ്നം കണ്ടുപോലെ എഴുന്നേറ്റത്. പക്ഷേ സ്വപ്നം എന്താണെന്ന് ആലോചിച്ച് നോക്കിയിട്ട് ഒരു പിടിയും കിട്ടിയില്ല. അപ്പോൾ എനിക്കെന്തോ ഒരു ഭയങ്കര കുളിര് കാറ്റ് പോലെ ഇങ്ങനെ അടിക്കുന്നു. അപ്പോൾ ഞാൻ ഓർത്തല്ലോ ഞാൻ ബ്ലാങ്കറ്റ് പുതച്ചിട്ടുണ്ടല്ലോ, ഇവിടുന്ന് കാറ്റ് വരുന്നേ. പെട്ടെന്ന് കൈ ഇങ്ങനെ ഓടിച്ചപ്പം എൻ്റെ വീർത്തിരിക്കുന്ന വയറിന് എന്തൊരു മാറ്റം വന്നേക്കുന്നത്. കാരണം കൈ അവിടെ തന്നെ ഇരിക്കുക. ഈ തൈലം തെച്ചിട്ട് കൈ അവിടെ തന്നെ ഇരിക്കുക, മാറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ കൈ ഇങ്ങനെ ഓടിച്ചപ്പോൾ വയറിനെന്തോ ഒരു മാറ്റം പോലെ. കൈ താഴേക്ക് ഓടിച്ചപ്പോൾ ബെഡ്ഷീറ്റെല്ലാം നനഞ്ഞ് കുളിച്ച് കിടക്കുക, വെള്ളത്തിൽ കുളിച്ച് കിടക്കുക. ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റിരുന്ന് മൊബൈൽ ഓണാക്കി. മൊബൈലിലെ ടോർച്ച് ഓണാക്കിയിട്ട് അടിച്ചു നോക്കുമ്പം ഈ ചുമന്നിരുന്നതിൻ്റെ വയറ് അത്ഭുതകരമാം വിധം എല്ലാ വ്രണങ്ങളും കറുത്ത് ഏതാണ്ട് ചിലതൊക്കെ പൊറ്റം പൊഴിഞ്ഞ് അവിടെ കിടക്കുന്നു. പൂർണ്ണ സുഖമായിട്ട് വയറ് നല്ല ഫ്ലാറ്റായിട്ട് എൻ്റെ നോർമൽ കണ്ടീഷനിൽ എൻ്റെ വയറ് അതേപോലെ കാണാൻ പറ്റുള്ളൂ. 4 ദിവസം ഞാൻ അസ്വസ്ഥത മൂലം ഉറങ്ങാണ്ടിരുന്നെങ്കിൽ 5-ാമത്തെ ദിവസം സന്തോഷം കൊണ്ട് നേരം വെളുക്കോളം ഉറങ്ങിയില്ല. അമ്മയ്ക്ക് നന്ദിയും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തന്നെ ഇരുന്നു. ഇതാണ് എന്നെ വ്യക്തിപരമായി സ്വാധീനിച്ച അനുഭവ സാക്ഷ്യം.